പുഷ്പചക്രമർപ്പിക്കാൻ, പുഷ്പവൃഷ്ടി നടത്താൻ അങ്ങനെ. നമസ്കാരം. കേരള ചരിത്രം കണ്ടതിൽ വെച്ച് മറ്റൊരു വലിയ വിലാപയാത്രയാണ് VSന് കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഏവരും നൽകിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എതിർക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും അദ്ദേഹത്തെ ഒരുപോലെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം ആ മഹത് വ്യക്തിയുടെ മരണത്തില് കേരളത്തില് എല്ലാവരും ഒരുപോലെ സഹകരിച്ചപ്പോൾ ആരും നിസ്സംഗത ഒരു കാര്യത്തിന് പറഞ്ഞിട്ടില്ല, എല്ലാവരും സഹകരിച്ചു. അതിന്റെ ചില വിഷയങ്ങളാണ്. എന്നാൽ ചിലര് മരിക്കുമ്പോൾ അത് ചത്തുപോയി, ചിലര് മരിക്കും വേർപെടുമ്പോൾ അത് ഭയങ്കര ആദരവ് എന്ന് രണ്ടായിട്ട് കാണുന്നു. സാധാരണ ജനം പോട്ടെ, നടൻ വിനായകൻ കാലം കണക്കി ചോദിക്കും. ഉമ്മൻചാണ്ടി ഇതുപോലെ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ഇടം തേടിയ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ് പുതുപ്പള്ളിയിൽ കോട്ടയത്ത് എത്തിയത്. അപ്പോൾ അന്ന് പറഞ്ഞ ചില കാര്യങ്ങളും ഇപ്പോൾ കാണിക്കുന്ന ചില പ്രവൃത്തികളും തമ്മിലുള്ള ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം നമ്മൾ. ഇല്ല മരിക്കുന്നില്ല, നമ്മുടെ VS മരിക്കുന്നില്ല. കാര്യം അണികളില് ഏറ്റവും കൂടുതൽ ഒരു ഉയർന്ന മുദ്രാവാക്യമാണ് അത്. വിനായകനും വിളിക്കുന്നു, സന്തോഷം. പക്ഷെ വിനായകൻ കൂട്ടുള്ള ഈ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു പബ്ലിക് ഇമേജ് ഒരു കാര്യത്തിലും നമ്മൾ ഈ രണ്ടഭിപ്രായം പറയരുത്. രാഷ്ട്രീയം അത് വേറെ, രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു സഹകരണം എന്നൊക്കെ പറഞ്ഞ കാര്യം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉള്ളവർക്കേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണം. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി ആരാ? 3 ദിവസമൊക്കെ കബൂറകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്ത്. ഉമ്മൻചാണ്ടി ചത്ത് നിങ്ങളെന്താണ്? നമ്മൾ മറ്റൊന്നും പറഞ്ഞത് ശരിയല്ല. ഇവന്റെ നമുക്ക് ഒരു കാര്യമുണ്ട്. മനുഷ്യർക്ക് നമുക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കാം, ജോലി ഉണ്ടാക്കാം, സമ്പത്ത് ഉണ്ടാക്കാം. പക്ഷെ ഒന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല, സംസ്കാരം. അതിന് കേരളത്തിലെ തെളിവാണ് ഈ കാർക്കോടകൻ. എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്ത്. ഇവന്റെ അച്ഛൻ ചത്തപ്പോ ആരറിഞ്ഞു? ആരെങ്കിലും അറിഞ്ഞു? ഇനി ഇവൻ ചത്താൽ ആരറിയും? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാര്. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഇത് അന്ന് വലിയ വിവാദം സൃഷ്ടിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകൻ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ കേരളം ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അത് വ്യക്തിപരമായ അയാളുടെ ഒരു നിലപാട്, നമുക്കത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സഹാവിനുള്ള ഏറ്റവും വലിയ അംഗീകാരം അത് യാതൊരു തർക്കവുമില്ല, അത് കിട്ടി. നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഈ VSന്റെ അവിടുന്ന് ഏതാണ്ട് ഞാൻ ഹരിപ്പാടാണ്, ആലപ്പുഴ ജില്ലയുടെ ഹരിപ്പാടിലാണ്. ഹരിപ്പാട് എത്തുമ്പോൾ രാത്രി 10 മണിക്ക് 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ സാധനം 10 മണിയായി, പിന്നെ 12 മണിയായി, വെളുപ്പിനെ 3 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഏതാണ്ട് 9 മണിയോട് അടുപ്പിച്ചാണ് വന്നത്. അപ്പോൾ ഹരിപ്പാട് വന്നു കഴിയുമ്പോൾ ഹരിപ്പാടിന്റെ MLA അവിടെ ഓരോ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അദ്ദേഹത്തിന് നൽകിയ ആദരവിന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. ഈ നാട്ടിൽ വരുമ്പോൾ എന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ളത്. ഇതാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. ദർബാർ ഹാളിൽ പോയി UDFന്റെ പ്രതിനിധികൾ എല്ലാവരും പോയി റീത്ത് സമർപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ അവിടെ വെച്ച് ആ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കരുതാം. പക്ഷെ ഹരിപ്പാട് വരുമ്പോൾ VSനെ സ്വീകരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇതുപോലുള്ള ഈ വ്യക്തിത്വം അത് പിന്നെ മറ്റേതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ ഇവനെ കൂട്ടുള്ളവരെ ഒന്ന് കാണും. ഇതുപോലുള്ള ചില കീടങ്ങളുണ്ടല്ലോ നാട്ടില്, കേരളത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള. കേരളത്തിന്റെ എവിടെ ചെന്നാലും ഇവൻ പിന്നെ മീറ്റു പ്രശ്നങ്ങള്, സെക്സ് വലിച്ചഴിച്ച് പറയുന്ന പരിപാടികള്, അതുപോലെ തന്നെ ഹോട്ടലിൽ പോയി
വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്, എയർപോർട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി, ഇതൊക്കെ തന്നെ അവന്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെ. രാഷ്ട്രീയമായി ഞങ്ങളൊക്കെ തമ്മിൽ ഭിന്നതകളുണ്ട്. പക്ഷേ അദ്ദേഹം എടുത്ത നിലപാടുകൾക്കും അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ച സമീപനങ്ങൾക്കും ഇവൻ ഇതൊക്കെ ഒന്ന് കാണണം. കാര്യം ഈ ഇത്രയും ആൾക്കാര് കൂടി നിന്ന് ആ VS കൊടുക്കുമ്പോ ഓരോ മണ്ഡലത്തിലൂടെ പോകുമ്പോ അതാത് MLA മാര് പിന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു ചിന്തകളും ഇല്ലാതാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകിയിട്ടുള്ളത്. പിന്നെ ഇവന്റെ കാര്യം പിന്നെ പറയണ്ട, വേണ്ട പഴയൊരു ഞാൻ ചോദിക്കട്ടെ മാഡം, ഭയങ്കര ഡയലോഗാ. ഇത് പിന്നെ എവിടെയൊക്കെ കേസിൽ പിടിച്ച കേസിലാണ് ഉള്ളതാണ്. ഹോട്ടലിൽ മദ്യപിച്ച് ചെന്നപ്പോൾ ഉണ്ടാവില്ല. എല്ലാ ആൺശര്യങ്ങളും ആണാണോ? എല്ലാ പെൺശര്യങ്ങളും പെണ്ണാണോ? ഇത്രയും ഉണ്ടാവും. ഇങ്ങനെ നോക്കല്ലേ, ചോദിക്കണം, ഇത്രയും പറയാം. ഇത്രയും വലിയ ഓഫീസറല്ലേ, ഇത്രയും ഉണ്ടാവും. നിങ്ങൾ മാത്രമല്ലേ ലോകത്തിലോ? ഇതുപോലുള്ള നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺശര്യം. ഒരു പോലീസ് ഓഫീസറോട്, ഒരു ലേഡി പോലീസ് ഓഫീസറോട് കയർത്ത് കീറുന്ന ഇവൻ വേറൊരു കാര്യമുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ്. അപ്പൊ പിന്നെ ഈ സ്വബോധത്തോടല്ലായിരിക്കും പറയുന്നത്. പക്ഷെ സ്വബോധം വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായി തിരുത്താൻ ഒരു ഇതുണ്ട്, ഒരാർജവം കാണിക്കണം. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലൊന്നും കാണിച്ചില്ല. ഇതുപോലുള്ള ഈ എന്താ പറയണ്ടേ, ഇങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അവന് പറ്റും. എന്നാലും ഇതുപോലുള്ള ആളുകളെ നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കി ഇവരെ ഒറ്റപ്പെടുത്തണം. ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമല്ല. നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു EK നായനാരുടെ, പിന്നെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ, കരുണാകരന്റെ. ഇങ്ങനെ കരുണാകരന്റെ ഒക്കെ സോഷ്യൽ മീഡിയ ഇത്ര അന്ന് വലിയ ഇതല്ലായിരുന്നു. എന്നാൽ പോലും ഉമ്മൻചാണ്ടിയുടെ മുതൽ അതുപോലെ നായനാരുടെ ഒക്കെ എന്ന് പറഞ്ഞാല് 3 ദിവസം കൊണ്ടാണ് കണ്ണൂരെത്തുന്നത്. അപാലവൃദ്ധം ജനങ്ങൾ കാത്തുനിന്ന് VS ഉൾപ്പെടെയുള്ളവര് യാത്രയാക്കുമ്പോൾ ഇതുപോലുള്ള ചില വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. VS പ്രണാമം.